ഇത്തരത്തിൽ നമ്മുടെ ഈ പന്തിരുകുല കഥകൾക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടൊരു അത് ബൗദ്ധനായിരുന്നു ഒരു കാലത്തിൽ. അന്ന് ഇസ്ലാം മതം ഇല്ല, മനസ്സിലായോ? അപ്പോൾ ഈ മറ്റേ ഉപ്പുകുറ്റൻ ഇതിൽപ്പെട്ട ഒരാളാണ് ഉപ്പുകുറ്റൻ. അപ്പോൾ അവർ ഉപേക്ഷിച്ച് ബൗദ്ധനാണ്. അന്ന് ബൗദ്ധമതം ഉള്ള ആൾക്കാരാണല്ലോ. ബുദ്ധമതം ഈ ഹിന്ദുമതത്തിലും കുറച്ചൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ ബൗദ്ധനായിരുന്നു. ബൗദ്ധന്മാർ കുറേ കഴിഞ്ഞപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് എത്രത്തോളം ശരിയെന്നറിയില്ല, എങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അല്ലാതും പറയുന്നുണ്ട്. ഏതായാലും അവരൊരു ഉപ്പുകുറ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരനായിരുന്നു. ഒരു ഉപ്പ് കച്ചവടം നടത്തിയിരുന്നൊരു ആളായിട്ടാണ് ഇതിലെ കഥയിൽ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പന്തിരുകുല ജ്യോതിക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ട്, ബാലാലയത്തിലാണ്. അത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ ഒരു സ്വാമിക്ക് ഇത് കൊടുക്കണ്ടായിരുന്നു, അവരുടെ സ്വീകരണം കൊടുക്കുന്നു. ഞാനവിടെ വന്നിരുന്നു അന്ന് പിന്നെ കൽവിര്. അതെ അതെ. അപ്പൊ ഈ പന്തിരുകുല ജ്യോതിക്ഷേത്രം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട് അഗോർ മനയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. വരുന്ന അവിടുന്നല്ല, ഇവിടുന്നല്ല ആരംഭിക്കുന്നത്. വരുന്ന വഴിയിൽ ഇവിടെയും വന്നു. അങ്ങനെയാണ് ഓൺ ദി വേ. അവിടുന്നൊക്കെ തുടങ്ങിയത് മലബാർ തൃത്താലയെന്നാണ് തുടങ്ങിയത്. തൃത്താലയാണ് അവിടെയാണ് ആദ്യം തുടങ്ങുന്നത്. അതാണല്ലോ വേണ്ടത്, ഏറ്റവും കാർന്നവർ അവരാണല്ലോ. അപ്പൊ അവിടുന്ന് തുടങ്ങി പിന്നെ ഓരോ കുടുംബങ്ങളിൽ കയറി എല്ലാ ദിക്കിലത്തെയും ജ്യോതിസ് ഒന്നിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ജ്യോതിഷേത്രം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ 12 സ്ഥലങ്ങളിൽ നിന്നും ജ്യോതി എടുത്തിട്ടാണല്ലോ അവിടെ പോയത്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറയുന്നവരുടെ എത്രത്തോളം നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. ആ ആളും വരാറുണ്ട്. കഴിഞ്ഞ തവണ അതിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അദ്ദേഹം വന്നിരുന്നു. ഈ ഇതിൻ്റെ ഒരു പരമ്പരയിൽപ്പെട്ട ഒരാള്, ഈ ഉപ്പുകുറ്റൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാള് അവരിപ്പോൾ അവരുണ്ട്, തൃത്താലയുണ്ട്. അവര് ആ ഒരു ഫാമിലി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അവരും സഹകരിച്ചിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും 12 പേരും സഹകരിച്ച എന്തെങ്കിലും ഇതിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും അന്നത്തെ ഫോട്ടോ എടുത്ത് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഇതിലും പോയിട്ടുണ്ട്. ഈ 12 കുലങ്ങളിൽ പോയിട്ടുണ്ട്, 12 പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു നമ്മൾ പലരും ഇതൊക്കെ ഒരു ഐതിഹ്യമായിട്ട് തള്ളിക്കളയുമ്പോൾ പലരും ഇന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇന്ന് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പരമ്പരയാണ്, പരമ്പര ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് അതിനു വേണ്ട പലരും ആ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ ചാത്തൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഓച്ചിറയാണ് യഥാർത്ഥ പ്രതിഷ്ഠ. അത് കഥ വേറെ ഉണ്ട്. അത് പക്ഷേ അത് ഇനിയിപ്പോൾ വീണ്ടും അതിനെപ്പറ്റി അനുഭവിച്ചുള്ള കഥ, എങ്ങനെയാണ് ചാത്തൻ അവിടെ സമാധിയായി എന്നുള്ള കഥ വേറെയുണ്ട്. അതിപ്പോൾ നമുക്ക് വേറൊരു അവസരത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഈ ബാക്കിയുള്ള ഈ പന്തിരുകുലത്തിൽപ്പെട്ട ബാക്കിയുള്ള കുലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ നമ്മളെ സന്ദർശിക്കാൻ വരാറുണ്ടോ? എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ ഉളിയന്നൂർ തച്ചൻ്റെ അടുത്താണ് ഞാൻ. അവിടെ അവരിവിടെ വരാറുണ്ട്. മറ്റൊരു ദേവിയെ ഞാൻ നല്ലപോലെ അറിയും. ഈ നാരായണത്ത് നാരായണമംഗലം എന്നാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇല്ല പേര്. നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഭ്രാന്തൻ, യഥാർത്ഥത്തിൽ ഭ്രാന്തനല്ല, അദ്ദേഹം അത്ര ദിവ്യനാണ്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് രാമകൃഷ്ണ പരമഹംസനെ പോലെ തന്നെ രാമകൃഷ്ണ പരമഹംസൻ ഭ്രാന്താണെന്ന് പറയല്ലോ. പക്ഷേ അദ്ദേഹം അത്രയും ഉയർന്ന നിലയിൽ എത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തലങ്ങളിൽ അതെ, ആ തലങ്ങളിൽ എത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാവാത്തത്. എന്നാൽ അദ്ദേഹം ഈ അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നു മാത്രമേ. നമ്മൾ ഇപ്പോൾ അഗോർ മനയിലാണല്ലോ ചാത്തൻ ജനിച്ച് വളർന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും തിരുമേനൊന്ന് പറയാമോ? എങ്ങനെ? അതായത് ഈ കഥ പറയപ്പെടുന്നത് മേളത്തൂർ അഗ്നിഹോത്രിയുടെ കാലഘട്ടമാണ്. അപ്പോൾ 400 AD എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 400 AD. അപ്പോൾ അവിടെ ഈ മേളത്തൂർ അഗ്നിഹോത്രിയിൽ 400 AD എന്ന് പറയാൻ കാരണം മേളത്തൂർ അഗ്നിഹോത്രിയിൽ അവിടുത്തെ ഈ കഴിക്കൂലിൽ യജ്ഞസ്നാനം സംരക്ഷ്യം എന്ന് പറഞ്ഞൊരു ഒരു കരിവാക്യട്ട്. അതായത് അതെന്താ വെച്ചാൽ ആ കരിവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്യത്തിൽ കൊല്ല എറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയപ്പോൾ 400 AD മനസ്സിലായി. 400 AD എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 1500 കൊല്ലം ആയി. അപ്പോൾ ആ 1500 കൊല്ലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പറയുമായിട്ട് ബന്ധപ്പെടത്തിൽ ഈ മേളത്തൂർ അഗ്നിഹോത്രി. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ചാത്തൻ്റെ കൂടെ ജനിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ചാത്തൻ്റെ ഇവിടെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ദിവസം ഇവിടുത്തെ കാർന്നവർ ഈ നമ്മുടെ പുഴയുടെ അടുത്താണ് നമ്മൾ ബില്ലൊക്കെ. അപ്പോൾ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ കടവിൽ ഒരു കുട്ടിയെ കണ്ടു. ഒരു പ്രസവിച്ച് അധികം ആയിട്ടില്ല. ആ കുട്ടി കണ്ടു ഇദ്ദേഹം എന്താ സംശയം വലിയ അത്ഭുതമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരനെ വിളിച്ചു.
ഒരു കുട്ടിയെ എടുക്കാൻ പറഞ്ഞു, എടുത്ത് വളർത്തി. അപ്പോൾ അവർ കുട്ടി അത്ര ചെറിയ കുട്ടിയാണ്, ഇവിടെ ഈ കുടുംബത്തിൽ വളർത്തും. അപ്പോൾ അവർ ബാല്യക്കാർക്ക് വേറെ ഓട്ടോ ഹൗസൊക്കെ ഉണ്ട്, അവിടെ കുടുംബം അത് വേണ്ട സൗകര്യം ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുട്ടി വലുതായിപ്പോൾ ആ കുട്ടി വളരെ വിവനാണെന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. എങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ബാല്യക്കാരൻ എന്ന നിലയ്ക്ക് വളർന്നു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും. കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ കൃഷിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ കൃഷിക്ക് ഒരു കാര്യസ്ഥനായിട്ട് ഇയാളെ ചുമതലപ്പെടുത്തി. ആ കാര്യസ്ഥൻ്റെ തല കഴിഞ്ഞപ്പം അതിലും കുറച്ചും കൂടി എന്ത് കാര്യത്തിലും ഈ ചാത്തനെ വിളിച്ച ചാത്ത എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചാത്തൻ അങ്ങനെ ചോദിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇദ്ദേഹം ഒരു ഉപദേശകനായിട്ടാണ് ശാസ്ത്രം പിന്നെ മാറിയത്. എന്ത് തത്വശാസ്ത്രങ്ങൾ പറയുകയാണെങ്കിലും മറ്റേ പുരാണങ്ങളെ പറയുകയൊക്കെ ചാത്തനും നല്ല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് പക്ഷേ ഈ അദ്ദേഹം ചാത്തൻ ഒരു ദിവ്യനാണെന്നോ അല്ലെങ്കിൽ ചാത്തന് വലിയ വിവരമുണ്ടെന്നോ ഇദ്ദേഹത്തിന് വിചാരം ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പുഴയിൽ പോയി കുളിയെ കഴിഞ്ഞാൽ ഇദ്ദേഹം മറ്റുള്ള നമ്പൂതിരിമാരെ പോലെയല്ല. മറ്റു നമ്പൂതിരിമാരെ നമസ്കാരം, തേവാരം, അത് കഴിഞ്ഞാൽ പൂജ, ഇങ്ങനെ ഇവിടുത്തെ അദ്ദേഹത്തിന് എങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കും, 1 മണിക്കൂറൊക്കെ അദ്ദേഹം. അപ്പോൾ ചാത്തനൊപ്പം പോകും കുളിക്കാൻ പുഴക്കടവിൽ. അപ്പോൾ ചാത്തൻ അവിടെ പുഴക്കടവിൽ ഇരിക്കും, ഇദ്ദേഹം 1 മണിക്കൂർ പോലും ഈ ധ്യാനത്തിലിരിക്കുക, വേറെ കർമ്മങ്ങളൊന്നും ഇദ്ദേഹത്തിന് കൂടുതലില്ല. അപ്പോൾ എന്താ ഇങ്ങനെ ദിവസവും ഇങ്ങനെ ധ്യാനിച്ചിരിക്കണേ? അപ്പോൾ ഞാൻ പരബ്രഹ്മത്തിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ചാത്തൻ ചോദിച്ചു, പരബ്രഹ്മം വെച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഈ ചാത്തന് ഒരു വിവരമില്ല എന്നുള്ളതാണെങ്കിൽ അത് പോത്തിനെ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ചാത്തൻ ശരി, ചാത്തനും അവിടെ നിന്ന് ഭജിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഭജിക്കാമെന്ന് പറഞ്ഞു. ചാത്തനും ഭജന തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ തിരുവൈരാണിക്കുളം ക്ഷേത്രം ഇവിടെ വരാനും ഐരാണിക്കുളത്ത് നിന്ന് തിരുവൈരാണിക്കുളം ഭഗവാനി ഓടയ്ക്ക് വരാനും ഇവിടെ പ്രതിഷ്ഠ നടത്താനൊക്കെ ഇടയായത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം ഇദ്ദേഹത്തിന് കുറേ സ്ഥലങ്ങൾ, അവിടെ കൃഷിഭൂമികളും അമ്പലങ്ങളും, ഈ അഗൂർമലയുടെ കീഴിൽ 10-48 ക്ഷേത്രങ്ങളുണ്ട്. ആലപ്പുഴ, അതുപോലെ തന്നെ കൊല്ലം, തിരുവനന്തപുരമൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതിവിടെ ഭൂമിയുണ്ട്, പടഭൂമികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് എല്ലാ കൊല്ലവും പോവും. അതിപ്പോൾ പോകുമ്പോൾ കുറേ ഈ തോണിയിൽ പോകേണ്ടി വരും, പിന്നെ കുറച്ച് നടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കും, പിന്നെ അങ്ങനെ പോകും. അപ്പോൾ ചാത്തനും ഒപ്പം വന്നു. എന്നാൽ ഒപ്പം പോകാമെന്ന് പറഞ്ഞു. ചാത്തനെയും കൂട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേ ഭാണ്ഡങ്ങളൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ കാര്യങ്ങളുണ്ടോ, കോടി മുണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ വഴി ചാത്തന് കൊലിപ്പിച്ചു. ചാത്തനൊരു ഭാണ്ഡം കെട്ടി അതും ചാത്തന് കൊടുത്തു. അങ്ങനെ പോയി കുറേ നടന്നു. പിന്നെ എറണാകുളത്തേക്ക് കഴിഞ്ഞാൽ അവിടുന്ന് വഞ്ചിക്ക് പിന്നെ പോവും, ആലപ്പുഴയെത്തും. അങ്ങനെ പോയി ഇദ്ദേഹം ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്ക് കായംകുളം ഇതുപോലെ ക്ഷേത്രമുണ്ട്, അടിയോടിക്കാവുന്ന ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ താമസിച്ചു. പിന്നെ പിറ്റേ ദിവസം പിന്നെ നടന്നു. ഓച്ചിറയ്ക്ക് കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ. ഓച്ചിറയ്ക്ക് നടന്ന് ഓച്ചിറ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒന്നുമല്ല, ഒരു കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു, കാടും പടലൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ പോന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ചാത്തൻ വരുന്നില്ല. ഇതേ മുന്നിൽ നടക്കുക. എന്താ ചാത്തനെ കാണാനില്ലല്ലോ, എന്താണ് ചാത്തൻ എവിടെയാ? അപ്പോൾ ഞാനിവിടെയുണ്ട്, എൻ്റെ ഈ പോത്തിൻ്റെ കൊമ്പ് ഈ വള്ളിപ്പറമ്പിൽ കുടുങ്ങുക. പോത്തെവിടെ? പോത്തിനെ കാണാനില്ലല്ലോ, പോത്ത് എവിടെയാണ് പോത്ത്? ഇദ്ദേഹത്തിനിപ്പോൾ സംശയം, എന്താ ഈ പോത്തിൻ്റെ കാര്യങ്ങൾ പറയണേ? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒപ്പം എൻ്റെ ഭാണ്ഡക്കെട്ടൊക്കെ ഞാൻ ആ പോത്തിൻ്റെ പുറത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതാ പോത്ത്? ഞാൻ പ്രത്യക്ഷപ്പെടുത്തിയ പോത്താണ്, ഞാൻ ഭജിച്ച് അങ്ങ് പറഞ്ഞില്ലേ പരബ്രഹ്മത്തിന്, അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിയ പോത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണെന്ന് എന്നെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് നോക്കിയപ്പോഴാണ് ഒരു പോത്തിൻ്റെ ആകൃതിയിൽ ഒരു ഇത് കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ചാത്തൻ എന്ന് പറയുന്ന ആൾ വെറുതെ ഒന്നുമില്ല, ഒരു ദിവ്യനാണെന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന് എന്താ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരാന്ന് മനസ്സിലായില്ലോ, ഇങ്ങനെ അപ്പോൾ യഥാർത്ഥ രൂപം ശിവചൈതന്യം ഇദ്ദേഹത്തെ മുന്നിൽ കാണിക്കുകയാണ്. ഈ ചാത്തൻ തന്നെ ശിവൻ്റെ രൂപത്തിൽ കാണുകയാണ് ഇദ്ദേഹം. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തെ വേഗം കാൽക്കൽ വീണു. ക്ഷമിക്കണം, എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കല്ല അനുഗ്രഹം ഉണ്ടാവും, അപ്പോൾ ഞാനിവിടെ എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തീഗോളം പോലെ അന്തർധാനം ചെയ്തു.
ചാത്തൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹവും ഇനിയിപ്പോൾ എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ ഉപദേശകനും ഇല്ല, എല്ലാവരും പോയി, ഇനി ഞാനിവിടെ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല, മാത്രമല്ല ദേവനെ നേരിൽ കണ്ടാൽ പിന്നെ ഇഹലോകവാസം പാടില്ല എന്നാണ്, മുക്തിയായി പിന്നെ. അപ്പോൾ ഇദ്ദേഹവും ഒരു 10 അടി നടന്ന് ഇദ്ദേഹവും സമാധി. അപ്പോൾ അവർ തീയോളം പോലെ അവിടെ അന്തർധാനം ചെയ്തു. അങ്ങനെയാണ് ആദ്യത്തെ ആള് ഈ ഉണ്ടകാവിൽ എന്ന് പറഞ്ഞാൽ, അതാണ് ഉണ്ടിക്കാവ്, ആദ്യത്തെ ഒരു പോയിട്ടുണ്ടല്ലോ ഉണ്ടിക്കാവ്. അത് ഈ പോത്തിനെ കണ്ട സ്ഥലമാണ്. രണ്ടാമത്തെ ആള്, അപ്പോൾ പിന്നെ രണ്ടാളുകളാണ്. ഈ മറ്റേ തെക്ക് ഭാഗത്തുള്ള ആള്, ആദ്യത്തെ ആള് ഈ ചാത്തൻ്റെ സമാധിയാണ്. സമാധിച്ചാൽ പരബ്രഹ്മമായിട്ട് സമാധിയായിട്ടുള്ളത്. അപ്പോൾ ഒക്കെ എല്ലാം പരബ്രഹ്മമാണ് അവിടെ. രണ്ടാമത്തെ ആള് ഇദ്ദേഹം സമാധിയായിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ഈ 3 ആളുകളുടെ ആളുകൾ. അപ്പം അവിടെ പ്രത്യേകിച്ച് ഈ ശ്രീകോവിലില്ല, വേറെ പൂജകളില്ല, പക്ഷേ വിളക്ക് വയ്ക്കലും മറ്റ് ആരാധനകളൊക്കെ ഇപ്പോൾ തുടങ്ങി. നോമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപഭാവങ്ങളില്ലാത്ത ശക്തി എന്നർത്ഥമേ ഉള്ളൂ, അദൃശ്യ ശക്തി. അതാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. പരബ്രഹ്മത്തിന് രൂപമില്ലല്ലോ, രൂപമില്ല, ഭാവമില്ല. പക്ഷേ നമുക്കുള്ള അതാണ് നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഹിന്ദു മതത്തിൽ പരബ്രഹ്മമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരുന്നത് എല്ലാവരും. ഈ ശിവനും വിഷ്ണുവും ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ പ്രകൃതി ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ അതിനപ്പുറം ഒരു ദിവ്യശക്തിയെ പറ്റി നമ്മൾ ആരാധിച്ചു. അപ്പോൾ ഈ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഉള്ള പോലെ തന്നെ ഒറ്റ ദൈവം തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ സൗകര്യത്തിന് ഓരോ ദേവന്മാരെ വിധമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, നമ്മുടെ സൗകര്യത്തിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നു. അത് ഈ പ്രതിഷ്ഠ തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠ അല്ലെങ്കിൽ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവന്ന് നമുക്ക് അതിനു വേണ്ടി ചെയ്യുക, അതാണ് ഈ പൂജാവിധി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ വന്നിട്ട് അവിടെ പ്രതിഷ്ഠ ഇന്നും അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കൊച്ചിറ വന്ന് ഭജിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ കാര്യസാധ്യതയിലും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ചാത്തൻ സമാധിയായി ഇപ്പോൾ പറഞ്ഞു, ഇനി എൻ്റെ സാന്നിധ്യം മനയിലുണ്ടാവും, എന്നെ എപ്പോൾ വിചാരിച്ചാലും മനയ്ക്കിൽ എൻ്റെ കാര്യങ്ങൾ സാധിക്കാനും മറ്റുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇവിടെ ചാത്തൻ്റെ പ്രതിഷ്ഠ. കേരളത്തിലെ ചാത്തൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇന്നേ ഉള്ളൂ, അതിവിടെ മാത്രമേ ഉള്ളൂ, വേറെ പ്രതിഷ്ഠയില്ല, വേറെ സങ്കല്പമില്ല. ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള അതൊക്കെ ചാത്തൻ വേറെയാണ്, കുട്ടി ചാത്തനും ഒക്കെയാണ്. ഇത് അഗൂർ ചാത്തൻ, ഇത് ശരിക്കും കുറച്ച് മറ്റേ അവിടെ ഈ ശാസ്ത്രീയമല്ല. കാരണം അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മാംസ അങ്ങനെയുള്ള കാര്യങ്ങൾ കോഴി അറക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശൈവ ചൈതന്യമുള്ള ചാത്തനാണ്. ഭാവത്തിലാണ് ഈ ചാത്തന്റെ പ്രതിഷ്ഠ ഇവിടെ എങ്ങനെയാ ശൈവ ചൈതന്യമായിട്ടാണ്, ശിവന്റെ ഒരു രൂപമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ. അവിടെയൊക്കെ അത് തന്നെയാണ്, ശിവനാണ്. കാലയൊക്കെ പറഞ്ഞല്ലോ, കൊച്ചിറ തന്നെയാണ് ശിവന്റെ സാന്നിധ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ എല്ലാ ദിക്കിലും അതെ. ഈ പറയുമറ്റ മന്ദിരകുലത്തെ എല്ലാ അംഗങ്ങളും ശൈവചൈതന്യമായിട്ടാണ് കണക്കാക്കുന്നത്, ശിവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഈ ചാത്തന് മുട്ടിറക്കൽ എന്ന് പറയുന്ന വഴിപാടുണ്ട്. പ്രതിബന്ധങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കില്ല, പ്രതിബന്ധങ്ങളുണ്ട്, കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഭജിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ, നമ്മുടെ മനയിലെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടവർക്കലും ആളുകൾ ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും നടക്കും, എല്ലാ ദിവസവും പൂജയുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ദിവസം അവിടുത്തെ നടവറപ്പിൻ്റെ സമയത്ത് തിരുവേനക്കാട് നടവറപ്പിൻ്റെ കഴിയുന്നത് ആദ്യമായിട്ട് വിളക്ക്, ചാത്തൻ്റെ വിളക്കാണ് കൊളുത്തിയിട്ടാണ് ആദ്യം പാർവതി ദേവിക്ക് വിളക്ക് കൊളുത്തുന്നത്. ഈ നട തുറക്കലിൻ്റെ അന്ന് ഇവിടുന്ന് തിരുവാഭരണമൊക്കെ ഇവിടെ അത് 4 കെട്ടുമൊക്കെ ഇപ്പം ഇന്ന് അങ്ങനെയല്ല, ഇപ്പോൾ തിരുവാഭരണം കൊണ്ടാന്ന് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇവിടുന്ന് തിരുവാഭരണം കൊണ്ടുപോയി ഈ ചാത്തൻ്റെ സന്നിധിയിലുള്ള വിളക്ക് കത്തിച്ച് അത് കൊണ്ടുപോയിട്ടാണ് ആദ്യം പാർവതി ദേവിക്ക് ഉത്സവം ആരംഭിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് വിളക്ക് കൊളുത്തിന് ശേഷം അപ്പോൾ നടവറപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് അന്തർജനങ്ങൾ പോയിട്ട് അവിടുന്ന് ഒരു വിളക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ 4 കെട്ടിൽ നടുമുറ്റത്ത് കൈകൊട്ടിക്കളിയും ഇപ്പോഴും അത് ആചരിക്കുന്നുണ്ട്. നടുമുറ്റത്തില്ലെങ്കിലും കൂടി ഇവിടെ വെച്ച് പാട്ടുപാടി കളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പാർവതി ദേവിയും കൂടി ഈ സന്യാസിയിൽ അപ്പോൾ വരുന്നു, ഇതിൽ പങ്കെടുക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ പാർവതി ദേവി ഈ 12 ദിവസം പാർവതി ദേവി സങ്കല്പം ഉണ്ടായിട്ടൊരു വിളക്ക് കൊളുത്തി വയ്ക്കും ഇവിടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ച് ഇവിടുത്തെ
അമ്മമാർ, എൻ്റെ മുത്തശ്ശമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ അന്നൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു പിടി അരി ജപിച്ചു കൊടുക്കും. അത് കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കിയോ കഴിക്കും. അത് കുടുംബ ഐശ്വര്യത്തിനും മറ്റേ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അതങ്ങനെ അനവധി ആൾക്കാർ വന്ന് ഇവിടെ മേടിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ പോകുന്നുണ്ട്. ഈ 12 ദിവസം മാത്രമേ കൊടുക്കുള്ളൂ. അത് ഒരു ചടങ്ങായിട്ട് വരുന്നത്. അപ്പോൾ പാർവതി ദേവി നേരിട്ട് കൊടുക്കുന്നതായിട്ടാണ് സങ്കല്പം. കാര്യസ്ഥനാണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ നമ്പൂരിപ്പാട് കൊണ്ട് നടന്ന ഒരാള് ശരിക്കും ഓച്ചിറയിൽ എത്തുമ്പോഴാണ് ഇത് ദൈവത്തിന്റെ യഥാർത്ഥം ആ രൂപം ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഈ സാധാരണക്കാരനല്ലല്ലോ ഇദ്ദേഹം മനസ്സിലാവുന്നത്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ആരാണ് എന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. കാര്യസ്ഥനിലേക്കാണ്. അതായിരുന്നു കഥ. നമ്മൾക്ക് കേട്ടറിഞ്ഞ അഗോർ മനയെ കുറിച്ച്, പന്തിരുകുലത്തിന്റെ കഥകളെ കുറിച്ച്, ചാത്തനെ കുറിച്ച് ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് തിരുമേനിയിൽ നിന്ന് കേട്ടിരിക്കുകയാണ്. തിരുമേനി ഇത്രയും നേരം ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു തന്നതിനും ഈ ഐതിഹ്യ കഥകളിലൂടെ സഞ്ചരിച്ചതിനും ഒരുപാട് നന്ദി. ഇനിയും പുതിയ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.